കണ്ണൂരിൽ നിധി കണ്ടെത്തിയതിനു ശേഷം ഇങ്ങ് തെക്ക് തിരുവനന്തപുരത്ത് അമരവിളയിൽ ഭൂഗർഭാറ കണ്ടെത്തിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനു മുൻപ് തീരുവ പണം രഹസ്യമായി സൂക്ഷിക്കാൻ ഉപയോഗിച്ച ഭൂഗർഭാറയാകാം എന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. മാർത്താണ്ഡവർമ്മയുടെ കാലത്തോ അതിനുശേഷമുള്ള കാലഘട്ടത്തിലേതുമോ ആകാം ഈ അറ എന്നാണ് വിലയിരുത്തൽ. എക്സൈസ് റേഞ്ച് ഓഫീസിന് തറക്കല്ലിടുന്ന ഭൂമിയിലാണ് ഇപ്പോൾ തുരങ്കം കണ്ടെത്തിയത്. ഭൂമിയുടെ പുറകുവശത്ത് മണ്ണ് മാറ്റിയപ്പോഴാണ് ആ തുരങ്കം കാണാൻ സാധിച്ചത്. ഇരുമ്പ് തകിട് വെച്ച് അടച്ച നിലയിലുള്ളതാണ് തുരങ്കം. ഇതിന് വർഷങ്ങളുടെ പഴക്കമുള്ളതായി സംശയിക്കുന്നു. സ്ഥലത്ത് പുരാവസ്തു വകുപ്പ് പരിശോധന നടത്തുമെന്നാണ് വിവരം. കഷ്ടിച്ച ഒരാൾക്ക് മാത്രം നൂഴ്ന്ന് ഇറങ്ങാൻ സാധിക്കുന്ന നിലയിലുള്ളതാണിത്. ആരാണ് ഇത് നിർമ്മിച്ചത് എന്നതടക്കം യാതൊരു വിവരങ്ങളും എന്നാൽ ലഭ്യമല്ല. പുതിയ റേഞ്ച് ഓഫീസ് കെട്ടിടത്തിന് തറക്കല്ലിടാനുള്ള ഒരുക്കത്തിനിടെ പറമ്പ് വൃത്തിയാക്കുകയായിരുന്നു. പറമ്പ് വൃത്തിയാക്കിയപ്പോഴാണ് ഭൂഗർഭ അറ കണ്ടെത്തിയത്. താഴേക്കിറങ്ങാൻ പടികളുള്ള ചതുരാകൃതിയിലാണ് അറ. ഭൂഗർഭപാതയാണോ ശൗചാലയമാണോ എന്ന സംശയമാണ് ഇപ്പോൾ നാട്ടുകാർക്കുള്ളത്. സ്വാതന്ത്ര്യത്തിനു മുൻപും ഇവിടെ എക്സൈസ് ഓഫീസ് ആയിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്. ഇത് ശരിവയ്ക്കുന്നതാണ് ചരിത്രകാരന്മാരുടെ നിഗമനവും. ബ്രിട്ടീഷ് അധിനിവേശത്തിനു മുൻപ് പണമോ പ്രധാനപ്പെട്ട രേഖകളോ സൂക്ഷിക്കാനായി ഉപയോഗിച്ച രഹസ്യ അറ ആകാം ഇത് എന്നാണ് ചരിത്രകാരൻ NG ശശിഭൂഷൺ പറയുന്നത്. കറുപ്പും പുകയിലയും മദ്യവുമായിരുന്നു അന്നത്തെ കാലത്തെ പ്രധാന തീരുവ ഇനങ്ങൾ. തീരുവ പണം സൂക്ഷിക്കാനായി ഉപയോഗിച്ച അറയാകാം ഇത് എന്നാണ് നിഗമനം. തിരുവിതാംകൂറിന്റെ പ്രദേശങ്ങളിൽ മുൻപും ഇത്തരം അറകൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അതിശയമായിരിക്കുകയാണ് ഭൂഗർഭ അറ. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര പട്ടണത്തിലെ ഒരു ഗ്രാമമാണ് അമരവിള. അമരവിള എന്ന വാക്കിന്റെ അർത്ഥം അനശ്വരമായ നാട് എന്നാണ്. നെയ്യാറ്റിൻകര താലൂക്കിൽ ഉൾപ്പെട്ടതാണ് ഈ പ്രദേശം. ചെറിയ ചെറിയ കുന്നുകളും അരുവികളും ഒക്കെ ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകളാണ്. അമരവിള എന്ന് പറഞ്ഞാൽ ദേവന്മാർ വസിച്ചിരുന്ന വിള എന്ന വാക്കിൽ നിന്നാണ് അമരവിള എന്ന സ്ഥലനാമം ഉണ്ടായത് എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ 200 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കുടിയേറി പാർത്തവരാണ് എന്നാണ് വിശ്വാസം. വാളയാറിന് ശേഷം കേരളത്തിലെ രണ്ടാമത്തെ വലിയ ചെക്ക് പോസ്റ്റ് അമരവിളയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയിലെ കന്യാകുമാരിയിലേക്കുള്ള വഴിയിൽ നെയ്യാറ്റിൻകര പട്ടണത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ NH47 ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. മതപരമായ സമന്വയത്തിന് പേര് കേട്ടതാണ് ഈ പട്ടണം. നാരായണപുരം തെരുവിലെ ഒരു ഗണപതി ക്ഷേത്രം, ഒരു പള്ളി, അമരവിള ജുമാ മസ്ജിദ് എന്നിവ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു ക്രൈസ്തവ ദേവാലയം ഇതിനോട് ചേർന്ന് നിൽക്കുന്നു. ഈ ഗ്രാമത്തിൽ ഒരു പോസ്റ്റ് ഓഫീസ്, വില്ലേജ് ഓഫീസ്, സബ് രജിസ്ട്രാർ ഓഫീസ്, അക്ഷയ ഇ സെന്റർ, എക്സൈസ് ഓഫീസ് എന്നിവയൊക്കെ ഉണ്ട്. നെയ്യാറ്റിൻകര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിൽ നെല്ലും വാഴയും ഉൾപ്പെടെ ധാരാളം കൃഷിഭൂമികളുണ്ട്. ഈ ഭൂമി കൂടുതൽ ഫലഭൂയിഷ്ടമാക്കുന്നത് നെയ്യാർ നദി തന്നെയാണ്. പുരാതന കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ കാലഘട്ടത്തിന് മുൻപുള്ള സമയത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രോട്ടോ ഓസ്ട്രലോയിഡും നെഗ്രിറ്റോ വംശവും ഭൂമിയിൽ അധിവസിച്ചിരുന്ന BC 4000 മുതൽ നമുക്ക് കേരളത്തിന്റെ ചരിത്രം കണ്ടെത്താൻ സാധിക്കും. BC 4000 പഴക്കമുള്ള മൈക്രോലിത്തിക് പുരാവസ്തുക്കൾ കോഴിക്കോട് നിന്ന് ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള ശ്മശാനക്കല്ലുകൾ, പാത്രങ്ങൾ, ചില മനുഷ്യനിർമ്മിത ഭൂഗർഭ അറകൾ തുടങ്ങിയ മെഗാലിത്തിക് സ്മാരകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. BC 3000 കേരളത്തിന് സിന്ധു താഴ്വര നാഗരികതയുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. കൂടാതെ ചന്ദനം, ആനക്കൊമ്പ്, തേക്ക് തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും ചരക്കുകളും പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. പുരാതന ലോകത്തിന്റെ വാണിജ്യ ഭൂപടത്തിൽ കേരളത്തിന് ഗണ്യമായ സ്ഥാനമുണ്ടായിരുന്നു. സോളമൻ രാജാവിന് ലഭിച്ച മയിൽ, കുരങ്ങ്, ആനക്കൊമ്പ്, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ കേരളത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് എന്നാണ് വിശ്വാസം. BC 700 ദ്രാവിഡർ മെഡിറ്ററേനിയൻ മേഖലയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് കുടിയേറിയത്. BC 300 ഉത്തരേന്ത്യയിൽ നിന്ന് ആര്യന്മാർ കേരളത്തിൽ പ്രവേശിച്ചു. ഇത്തരത്തിലൊരു ചരിത്രമാണ് കേരളത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പല ഭാഗത്തും ഇതുപോലെയുള്ള അവശേഷിപ്പുകൾ കാണാൻ സാധിക്കും. കണ്ണൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിധി കിട്ടിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. എന്നാലും ഭൂമിക്ക് ഉള്ളിൽ എന്ന് പറയുന്ന ഭൂമിക്കുള്ള എന്ന് പറയുന്നത് ഒരുപാട് രഹസ്യങ്ങളുടെ കലവറ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.